ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐസ്ക്രീം ഇഷ്ടമാണല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മാംഗോ ഐസ്ക്രീമാണ്. മാമ്പഴത്തിൻ്റെയൊക്കെ സീസണാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ തന്നെ ഈസിലി ആയിട്ട് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ ഐസ്ക്രീം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 1/2 ലിറ്റർ പാൽ വേണം. ഇത് ബോയിൽ ചെയ്യാത്ത പാലാണ് കേട്ടോ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ്. നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കില്ല അതേ ഗോതമ്പ് പൊടി. ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടി യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ കോൺഫ്ലവർ ഉണ്ടെങ്കിൽ കോൺഫ്ലവർ യൂസ് ചെയ്യുക. അതല്ല കസ്റ്റാർഡ് പൗഡർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് ഈ 1/2 ലിറ്റർ പാലിൽ നിന്ന് കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഈ പൊടി നന്നായിട്ടൊന്ന് അതിനകത്ത് പാലിൽ മിക്സ് ചെയ്ത് വെക്കാം. കാരണം ഒരുമിച്ച് പെട്ടെന്ന് തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിലേക്ക് പൊടി ഇട്ടാൽ അത് പെട്ടെന്ന് കട്ട കുത്തിപ്പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ പൊടി ഇവിടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ട പാല് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. പഞ്ചസാര ഇടുമ്പോൾ ശ്രദ്ധിക്കുക, ആദ്യം കുറച്ചിട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണേ ഇട്ടിട്ടുള്ളൂ. കാരണം മാങ്ങ നല്ല മധുരം ഉള്ളതാണ്. അപ്പോൾ അതും കൂടി ചേർക്കുമ്പോൾ ഒരുപാട് അധികമായിട്ടുണ്ടെങ്കിൽ കൊള്ളില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആദ്യം കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പാലിവിടെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മളിവിടെ യോജിപ്പിച്ച് വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടിയും പാലും കൂടെ യോജിപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ. അടി പിടിക്കും അല്ലെങ്കിൽ. ഇനി ഇത് നമ്മളിങ്ങനെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു നല്ലൊരു ക്രീം പോലത്തെ ഒരു കൺസിസ്റ്റൻസി ആകുന്നത്, അത് കുട്ടികൾക്കൊക്കെ കുറുക്കുണ്ടാക്കില്ലേ, അതേ ഒരു കൺസിസ്റ്റൻസി ആകുന്നത് വരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതിപ്പോൾ ഒരു ക്രീം പോലെ ആയിട്ടുണ്ട്. ഏതാണ്ട് ഈ പരുവാകുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ. കാരണം ഇനി ഇത് തണുക്കുമല്ലോ, തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് തിക്കാകും. അപ്പോൾ നമുക്ക് ഏകദേശം ഇതുപോലെ ആകുമ്പോൾ ഓഫ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസ് മാങ്ങയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വലിയ മാങ്ങയാണെന്നുണ്ടെങ്കിൽ പകുതി എടുത്താൽ മതിയാകും. മാങ്ങ അധികമായി പോയാൽ അതിൻ്റെ ടേസ്റ്റിനൊരു വ്യത്യാസം വരും. ഒരു ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് ആവില്ല, മൊത്തത്തിലൊരു മാങ്ങയുടെ ടേസ്റ്റ് ആയിട്ട് പോകും. അപ്പോൾ നമുക്ക് ഈ മാങ്ങ ഒന്നുമില്ലെങ്കിൽ നമുക്ക് മിക്സിയിൽ നല്ലപോലെ പൾപ്പാക്കിയിട്ട് ഈ ക്രീമിൻ്റെ കൂടെ മിക്സ് ചെയ്യാം. അതല്ല ബീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ഈ ക്രീമിലേക്ക് മാങ്ങ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ 2 രീതിയിൽ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഹാൻഡ് ബ്ലെൻഡർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ബ്ലെൻഡറോ ബീറ്ററോ ഉണ്ടെങ്കിൽ അതാണ് ഒന്നുകൂടെ സൗകര്യം. അത് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. മാങ്ങയും ക്രീമും നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ പുളിയുള്ള മാമ്പഴമാണെങ്കിൽ അത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ടേസ്റ്റിൽ വ്യത്യാസം ഉണ്ടാവും. പിന്നെ നാരുള്ള മാങ്ങ ഉണ്ടാവും, മധുരമുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മിക്സിയിൽ തന്നെ ചെയ്യാം. മിക്സിയിൽ പൾപ്പാക്കിയിട്ട് നാര് കളഞ്ഞ് പൾപ്പ് മാത്രമായിട്ട് എടുക്കുക കേട്ടോ. നമ്മുടെ മാംഗോ ഐസ്ക്രീമിനുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലേക്ക് മാറ്റാം. നമ്മുടെ ഫ്രീസറിലൊക്കെ വയ്ക്കാൻ പറ്റുന്ന പാത്രത്തിലേക്ക് വേണം കേട്ടോ മാറ്റാനായിട്ട്. ഈ ഐസ്ക്രീം മിക്സ് ഫുള്ളായിട്ട് കണ്ടെയ്നറിൽ മാറ്റിയതിന് ശേഷം നമുക്ക് ഈ കണ്ടെയ്നർ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാം. എല്ലായിടും ഒന്ന് ഈവനായിട്ട് വരാനാണ്. ഇനി നമുക്കിത് ഫ്രീസറിൽ സൂക്ഷിക്കാം. അത് കഴിഞ്ഞൊരു 2 മണിക്കൂറിന് ശേഷം നമുക്ക് വീണ്ടും എടുത്തൊന്ന് ബീറ്റ് ചെയ്യണം. വീണ്ടും 2 മണിക്കൂറിന് ശേഷം വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ടോട്ടൽ 2 തവണ ബീറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. അത് കഴിഞ്ഞൊരു 8 മണിക്കൂർ ശേഷമാണ് നമ്മളിത് ഐസ്ക്രീമായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്കിത് ഫ്രീസറിൽ വയ്ക്കാം. ഞാൻ ഇവിടെ ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. 2 മണിക്കൂറിന് ശേഷം വേറൊരു കണ്ടെയ്നറിലേക്ക് മാറ്റുകയാണ് കേട്ടോ. ഞാൻ ബ്ലെൻഡ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വേറൊരു കണ്ടെയ്നറിലേക്ക് മാറ്റുകയാണ്. നിങ്ങൾ മിക്സിയുടെ ജാറിലാണ് ചെയ്യുന്നതെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒരു 5-6 തവണ ഒന്ന് കറക്കിയിട്ട് എടുത്ത് വയ്ക്കുക. ഒരുപാട് നേരം അടിക്കേണ്ട കാര്യമില്ല മിക്സിയിൽ. അതുപോലെ തന്നെ ബ്ലെൻഡറോ അല്ലെങ്കിൽ ബീറ്ററോ ഉപയോഗിക്കുകയാണെങ്കിലും ഒരു 1/2 മിനിറ്റ് നേരം ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഫ്രീസറിലേക്ക് വയ്ക്കാം കേട്ടോ. അപ്പോൾ വീണ്ടും 2 മണിക്കൂർ കഴിഞ്ഞ് ബീറ്റ് ചെയ്തിട്ട് വീണ്ടും എടുത്ത് വെച്ച് 8 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ഐസ്ക്രീമാണ് ഇത് കേട്ടോ. നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കാണിക്കാം. ഇതിപ്പോൾ ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ട് ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം തന്നെ വിട്ട് കിട്ടും പാത്രത്തിനകത്ത് നിന്ന്. അപ്പോൾ നമ്മളുടെ ക്രീമി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നമുക്കിനി കുറച്ച് ബദാമോ പിസ്തയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വെച്ചിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാവുന്നതാണ്. കണ്ടില്ലേ, നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഇതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യലായിട്ടൊന്നും ചേർക്കുന്നില്ല. അതായത് ക്രീമോ പിന്നെ മിൽക്ക് മെയ്ഡോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല. നമ്മുടെ വീട്ടിൽ കിട്ടുന്ന എളുപ്പത്തിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ ആഡ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു.